നീതുവിൻ്റെ രണ്ടാമത്തെ പദ്ധതി പ്രസംഗമാണ്. നീതുവിനെ കുറിച്ച് പറഞ്ഞാൽ നീതുവിൻ്റെ നൈപുണ്യത്തെപ്പറ്റി എടുത്തു പറയേണ്ട കാര്യമില്ല. ഇവിടെ വരുന്ന ഈ പ്രസംഗവേദിയിൽ വരുന്ന ഓരോരുത്തർക്കും അറിവുള്ള കാര്യമാണ്. ഒറ്റവാക്കിൽ പറഞ്ഞാൽ ബഹുമുഖ പ്രതിഭ എന്ന് തന്നെ പറയാം. ശ്രീനാരായണ കൾച്ചറൽ സൊസൈറ്റി നിറഞ്ഞ സാന്നിധ്യവും നമ്മുടെ ഇപ്പോഴത്തെ പ്രസംഗ കളരിയുടെ സെക്രട്ടറിയുമായ ഈ ചങ്ങനാശ്ശേരിക്കാരി ഇവിടെ ആതുര സേവന രംഗത്ത് ജോലി ചെയ്യുന്നു. ഭർത്താവും മക്കളും ഇവിടെയുണ്ട്. നീതുവിൻ്റെ പ്രസംഗ വിഷയമായ മലയാള യുവത്വത്തിൻ്റെ പാശ്ചാത്യ കുടിയേറ്റം നല്ലതോ? നീതുവിൻ്റെ വാക്കുകൾക്കായി നമുക്ക് കാതോർക്കാം. നീതുവിനെ ക്ഷണിച്ചുകൊള്ളുന്നു, സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. നന്ദി ശ്രീമതി അനിത ശിവരാജൻ. ഭാരതം എന്ന് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം, കേരളം എന്ന് കേട്ടാലോ തിളയ്ക്കണം ചോരഞരമ്പുകളിൽ. പ്രിയ അവതാരക ശ്രീമതി അനിത ശിവരാജൻ, എൻ്റെ പ്രിയ പ്രസംഗക്കളരി സഹപഠിതാക്കളെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്നും കേരള യുവത്വത്തിൻ്റെ ഞരമ്പുകളിൽ ചോര തിളയ്ക്കുന്നുണ്ട്. പക്ഷേ അത് കേരളത്തിൽ നിന്നുകൊണ്ടല്ല, മറിച്ച് പാശ്ചാത്യ രാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ടാണെന്ന് മാത്രം. പതിറ്റാണ്ടുകളുടെ കുടിയേറ്റ ചരിത്രമുണ്ട് മലയാളിക്ക്. അന്ന് യാത്രയുടെ ഉദ്ദേശം തൊഴിലും ജീവിതവൃത്തിയുമായിരുന്നു എങ്കിൽ ഇന്ന് അത് ഉയർന്ന വിദ്യാഭ്യാസം, മെച്ചപ്പെട്ട ജീവിത നിലവാരം, നിലവിലുള്ള സാമൂഹിക അന്തരീക്ഷത്തോടുള്ള മടുപ്പ് എന്നിങ്ങനെ കാരണങ്ങൾ പലതാണ്. കാലവും കാഴ്ചപ്പാടും മാറി. അന്യരാജ്യങ്ങളിലേക്ക് സ്ഥിര താമസത്തിനായിട്ടുള്ള പുതിയ ഒരു കാൽവെപ്പാണ് പുതിയ തലമുറയുടെ ഈ പാശ്ചാത്യ രാജ്യങ്ങളിലേക്കുള്ള വിദ്യാഭ്യാസം അവർ കണക്കാക്കി വച്ചിരിക്കുന്നത്. വിദ്യാഭ്യാസത്തോടൊപ്പം പാശ്ചാത്യ രാജ്യം നൽകുന്ന സുരക്ഷയും ഉന്നത ജീവിത നിലവാരവുമാണ് യുവത്വത്തെ അങ്ങോട്ട് ആകർഷിക്കുന്നത്. ചെറുപ്പക്കാരെ നാടുവിടാൻ പ്രേരിപ്പിക്കുന്ന മറ്റൊരു പ്രധാന ഘടകമാണ് കേരളത്തിൻ്റെ സാമൂഹിക ചുറ്റുപാടുകളും വിദ്യാഭ്യാസ മേഖല, തൊഴിൽ മേഖല എന്നിവയിലെ പോരായ്മകളും നിയമപാലകരിൽ നിന്നുള്ള അനാവശ്യ ഇടപെടലുകൾ, യുവതലമുറയ്ക്കെതിരെ നിരന്തരം നടത്തുന്ന അധിക്ഷേപങ്ങൾ എന്നിവയെല്ലാം പ്രധാന കാരണങ്ങൾ തന്നെയാണ്. എന്തിനേറെ പറയുന്നു, കുടുംബത്തിൻ്റെയോ സമൂഹത്തിൻ്റെയോ അനാവശ്യ ഇടപെടലുകൾ പോലും ഇപ്പോൾ പുതുതലമുറ ഇഷ്ടപ്പെടുന്നില്ല. ഇഷ്ടപ്പെടുന്ന വസ്ത്രധാരണത്തിനോ വിവാഹത്തിനോ പോലും സമൂഹത്തെ ഭയന്ന് ജീവിക്കേണ്ട ഒരു പുതിയ തലമുറ നമ്മുടെ നാട് വിട്ടില്ലെങ്കിലേ അതിശയമുള്ളൂ. വിദ്യാഭ്യാസ ചെറുപ്പക്കാർക്ക് അവരുടെ വിദ്യാഭ്യാസ യോഗ്യതയ്ക്കനുസരിച്ചുള്ള ഒരു തൊഴിൽ ലഭിക്കുന്നില്ല എന്ന് മാത്രമല്ല, വെറും 10,000 രൂപയിൽ താഴെ മാത്രം വേതനം എടുക്കേണ്ടി വരുന്നു നമ്മുടെ നാട്ടിൽ. തൻ്റെ മകളെയോ മകനെയോ ഉള്ളതെല്ലാം വിറ്റുപെറുക്കി അവരുടെ ജീവിത നിലവാരവും സാമ്പത്തിക ഭദ്രതയും ഉറപ്പാക്കാൻ വേണ്ടി വൻ തുകകൾ പോലും ബാങ്കുകളിൽ നിന്ന് പോലും ലോണായി എടുത്ത് ഇവരെ വിദേശത്തേക്ക് പറഞ്ഞയക്കുന്ന മാതാപിതാക്കൾ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. അതോടൊപ്പം തന്നെ ഈ മാതാപിതാക്കൾ പ്രായമായി കഴിയുമ്പോൾ ഇവരെ നോക്കാൻ വേണ്ടി ഒരു വേലക്കാരിയെയോ അല്ലെങ്കിൽ ഒരു അന്യ സംസ്ഥാന തൊഴിലാളിയെയോ ഏൽപ്പിച്ചിട്ട് ഈ മക്കൾ പാശ്ചാത്യ രാജ്യങ്ങളിൽ പോയി ഒരു മാതാമയ്ക്കോ ഒരു സായിപ്പിനെയോ ശുശ്രൂഷിക്കുന്നതും അവരെ പരിചരിക്കുകയും ചെയ്യുന്നത് കാണുന്നതും വളരെ സങ്കടകരമായ ഒരു കാര്യം തന്നെയാണ്. ഇങ്ങനെ പോകുകയാണെങ്കിൽ കേരളം അധികം താമസിയാതെ തന്നെ വൃദ്ധന്മാരുടെ മാത്രം നാടായി മാറും എന്നതിൽ യാതൊരു സംശയവുമില്ല. പതിറ്റാണ്ടുകളായി ഒരു മാറ്റവുമില്ലാത്ത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് എത്തി നോക്കാത്ത സിലബസ് വരുത്തി വെച്ച പോരായ്മ തന്നെയാണ് വലിയ ഒരു വിഭാഗം വിദ്യാർത്ഥികളെയും വിദേശത്തേക്ക് കുടിയേറാൻ പ്രേരിപ്പിച്ചത്. ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ച എന്ന് തന്നെ പച്ച മലയാളത്തിൽ പറയാം. എങ്ങനെയെങ്കിലും ഇവിടെ നിന്നൊന്ന് കടന്നു പോയാൽ രക്ഷപ്പെടും എന്ന് ചിന്തിക്കുന്ന ഒരു പുതിയ തലമുറ വളർന്നു വരുന്നത് വളരെ ഭയാനകരമായ ഒരു കാഴ്ച തന്നെയാണ്. പ്രശസ്ത കവി ഇഞ്ചക്കാട് ബാലചന്ദ്രൻ പാടിയതുപോലെ
ഇനി വരുന്നൊരു തലമുറയ്ക്കിന്നിവിടെ വാസം സാധ്യമോ എന്ന ഈ ഒരു വരി നമ്മൾ ഓരോരുത്തരും ഇരുത്തി ചിന്തിക്കേണ്ട ഒന്ന് തന്നെയാണ്. നമ്മുടെ നാട്ടിലും വികസിച്ചുകൊണ്ടിരിക്കുന്ന അവസരങ്ങളെക്കുറിച്ചുള്ള തിരിച്ചറിവ് കൊടുക്കുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ഏത് നാട്ടിലാണെങ്കിലും കഠിനാധ്വാനം കൊണ്ട് നേടാൻ പറ്റാത്തതായി ഒന്നും തന്നെ ഇല്ല എന്ന ഒരു തിരിച്ചറിവ് പുതുതലമുറയ്ക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ശ്രീനാരായണ ഗുരുദേവൻ അരുൾ ചെയ്തു, വിദ്യ കൊണ്ട് സ്വതന്ത്രരാകാനും വ്യവസായം കൊണ്ട് അഭിവൃദ്ധി പ്രാപിക്കാനും. ഭഗവാന്റെ കാഴ്ചപ്പാടിലൂടെ നാട് വളരണമെങ്കിൽ, പുരോഗതി കൈവരിക്കണമെങ്കിൽ, അഭിവൃദ്ധി ഉണ്ടാകണമെങ്കിൽ ഈ തിരിച്ചറിവ് നമ്മൾ ഓരോരുത്തരും ആർജിക്കുകയും പുതുതലമുറയ്ക്ക് അത് പകർന്നു കൊടുക്കുകയും ചെയ്യണം. സാമൂഹിക പുരോഗതി ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള സമഗ്രമായ കാഴ്ചപ്പാടോടുകൂടിയും വിദേശ രാജ്യങ്ങളിൽ പോയി ഉന്നത നിലവാരമുള്ള ഗവേഷണ നൈപുണ്യം ആർജിച്ചവരെ തിരികെ കൊണ്ടുവന്ന് ആ അറിവുകൾ സമൂഹത്തിന് ഗുണകരമായ പരിവർത്തനത്തിന് ഉപകാരപ്പെടുന്ന രീതിയിൽ ഉപയോഗപ്പെടുത്തിയാൽ മാത്രമേ ദൈവത്തിൻ്റെ സ്വന്തം നാടായ കേരളം എന്നത് യുവത്വത്തിൻ്റെ ഞരമ്പുകളിൽ തിളയ്ക്കുന്ന ചോര കേരളത്തിൽ ഇരുന്നു തന്നെ കൊണ്ട് ആയിരിക്കും. അത് അങ്ങനെ തന്നെ ആയി തീരട്ടെ എന്ന് നമ്മൾക്ക് ഓരോരുത്തർക്കും പ്രത്യാശിക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. പ്രസംഗം 1 അവതരിപ്പിച്ച ശ്രീമതി നീതു പ്രസാദിൻ്റെ മലയാള യുവത്വത്തിൻ്റെ പാശ്ചാത്യ കുടിയേറ്റം നല്ലതോ എന്നുള്ള വിഷയത്തിനെ അവലോകനം ചെയ്യുന്നതിനായിട്ട് ശ്രീ ജയശങ്കറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. നന്ദി ശ്രീ പ്രശാന്ത്. ഇന്നത്തെ രണ്ടാമത്തെ പദ്ധതി പ്രസംഗം അവതരിപ്പിച്ച നീതു പ്രസാദിൻ്റെ വിലയിരുത്തലാണ് എന്നിൽ അർപ്പിതമായ കർമ്മം. ആദ്യമായിട്ട് ഞാൻ നീതു പ്രസാദിനെ വളരെയധികം അഭിനന്ദിക്കുന്നു. കാരണം നിറഞ്ഞൊരു കയ്യടി നീതു പ്രസാദിന് നമുക്ക് നൽകാം. കയ്യടിച്ചാൽ വിശപ്പ് കുറച്ച് കുറയും എന്നാണ് ശാസ്ത്രം. അതിനനുസരിച്ചിട്ട് ഒരു കയ്യടി കൊടുക്കാം. വളരെ നല്ല രീതിയിലാണ് ശ്രീമതി നീതു പ്രസാദ് ഈ ഒരു രണ്ടാമത്തെ പദ്ധതി പ്രസംഗം അവതരിപ്പിച്ചത്. കാരണം രണ്ടാമത്തെ പദ്ധതി പ്രസംഗത്തിന് വേണ്ടത് നല്ലൊരു തുടക്കവും ഉള്ളടക്കം, ആ ഉള്ളടക്കത്തിലേക്ക് എല്ലാവരെയും എത്തിക്കുന്ന രീതിയിൽ അതിനെ ഉദ്ധരണികളും മറ്റുള്ള കാര്യങ്ങളും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് ശ്രദ്ധ ക്ഷണിക്കുക എന്നുള്ളതും കൂടിയിട്ടാണ്. ഒരു ചിട്ട ആ പ്രസംഗത്തിൽ വേണമെന്നുള്ളതാണ്. ഇതിലെല്ലാറ്റിലും വളരെ നല്ല രീതിയിലാണ് ശ്രീമതി നീതു അത് അവതരിപ്പിച്ചത്. ഈ ഉദ്ധരണികളെല്ലാം അവതരിപ്പിച്ചുകൊണ്ടായിരിക്കണം ഒരു പ്രസംഗം ആരംഭിക്കേണ്ടത്. കാരണം അങ്ങനെ ആരംഭിക്കുമ്പോൾ അതിലേക്ക് ശ്രദ്ധ പൂർണ്ണമായും നമ്മളുടെ ശ്രദ്ധ ആ പ്രസംഗത്തിലേക്ക് കിട്ടുവാനും ആ എന്താണോ നമ്മൾ പ്രസംഗിക്കുന്നത് ആ പ്രസംഗത്തിലേക്ക് ആസ്വാദകരെ എത്തിക്കാനും കഴിയുമെന്നുള്ളത് ഉദ്ധരണികൾക്കുള്ള ഒരു പ്രത്യേക ശക്തിയാണ്. അതുപോലെ തന്നെ എപ്പോഴും പ്രസംഗം തുടങ്ങുന്ന സമയത്ത് ആരാണോ മുഖ്യ അവതാരിക അവരെ അഡ്രസ്സ് ചെയ്തിട്ട് വേണം തുടങ്ങാൻ വേണ്ടിയിട്ട്. അതും വളരെ ഭംഗിയായിട്ട് നീതു അവതരിപ്പിച്ചിട്ടുണ്ട്. പാശ്ചാത്യ മലയാള യുവത്വത്തിൻ്റെ പാശ്ചാത്യ കുടിയേറ്റം നല്ലതോ എന്നുള്ള വിഷയം എടുത്തതും ആ വിഷയത്തിൽ നിന്നും തീരെ വിട്ടുമാറാതെ തന്നെ വളരെ നല്ല രീതിയിൽ അത് അവതരിപ്പിക്കുകയുണ്ടായി. ഇതെല്ലാം നല്ല കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. എങ്കിലും നീതു പ്രസാദിനെ പോലെയുള്ള ഒരു വളരെ കഴിവും പ്രാപ്തിയുമുള്ള ഒരു പ്രസംഗ കളരി അംഗം അത് മെച്ചപ്പെടുത്താൻ വേണ്ട കാര്യങ്ങൾ കൂടി പറയണമെന്നാണല്ലോ ഒരു അവതാരകന്റെ ലക്ഷ്യം. അങ്ങനെ എടുത്താൽ മതി. സാങ്കേതികമായി താങ്കളുടെ പ്രസംഗം വളരെ നന്നായിരുന്നു. സാങ്കേതികമായി അതിലെന്തൊക്കെ വേണമോ അതെല്ലാം ഉണ്ടായിരുന്നു. എങ്കിലും നമ്മൾ പഠിക്കുന്ന സമയത്ത് അറിയാം, നല്ല രീതിയിൽ പഠിക്കുന്ന കുട്ടികളുണ്ടാവാം, ബൈഹാർട്ട് പഠിക്കുന്ന കുട്ടികളുണ്ടാവാം. അതേപോലെ തന്നെ വിഷയം വളരെ നന്നായി മനസ്സിലാക്കി
പറയുന്ന കുട്ടികളും ഉണ്ടാവാം. ബൈഹാർട്ട് പഠിക്കുന്ന കുട്ടികളായിരിക്കാം കൂടുതൽ മാർക്ക് വാങ്ങുന്നത്. പക്ഷേ പദ്ധതി സാങ്കേതികമായിട്ട് അതിനെ വളരെ ആ വിഷയം വ്യക്തമായി മനസ്സിലാക്കിയതിന് ശേഷം അത് ഹൃദിസ്ഥമാക്കി അവനവൻ്റെ ഭാഷയിൽ അവതരിപ്പിക്കുന്നതായിരിക്കും വ്യത്യസ്തമായിട്ട്. താങ്കൾ കുറച്ചുകൂടി ആ സാങ്കേതികത്വത്തിൽ നിന്നും വിട്ട് കുറച്ചുകൂടി നല്ല രീതിയിൽ അതിനെ അവതരിപ്പിക്കാൻ താങ്കൾക്ക് കഴിവുണ്ട്. ആ കഴിവ് വിനിയോഗിക്കാൻ അടുത്ത പ്രസംഗത്തിൽ കൂടുതൽ ശ്രദ്ധിക്കുക. അത് താങ്കൾക്കൊരു മുതൽക്കൂട്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ.